പേർഷ്യൻ കടലിൽ നിന്ന് 2 കപ്പലുകൾ ഇറാൻ പിടികൂടി. ഇന്നത്തെ ഏറ്റവും പ്രാധാന്യമുള്ള വാർത്തയായിട്ടാണ് അന്താരാഷ്ട്ര മീഡിയകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. IRGC എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ 2 കപ്പലിനെയും പിടികൂടപ്പെട്ടത്. പേർഷ്യൻ കടലിൽ നിന്ന് സമാന്തരമായി പോകുന്നതിനിടയിൽ പിടികൂടപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എർസി ദ്വീപിന് സമീപം 2 എണ്ണക്കപ്പൽ നിയമവിരുദ്ധമായ രീതിയിൽ പോകുന്നതായിരിക്കുന്ന റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കപ്പലുകൾ വളയുന്നു, പിടികൂടപ്പെടുന്നു. ഇല്ലീഗൽ ഫ്യൂവൽ സ്മഗ്ലിംഗ് എന്നുള്ള ആരോപണമാണ്. നിയമവിരുദ്ധമായ രീതിയിൽ എണ്ണ കയറ്റി കൊണ്ടുപോകുന്ന കപ്പൽ എന്നാണ് പ്രാദേശിക വിവരം. എന്നാൽ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവൃത്തികൾ കപ്പലിലുണ്ടോ എന്നുള്ള പരിശോധന അവർ നടത്തുന്നു. ഇപ്പോൾ ഇറാൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണത്തിലേക്ക് കപ്പലിനെ മാറ്റിയിരിക്കുന്നു. ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം വലിയ രീതിയിൽ നിരീക്ഷണ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 10,000-കണക്കിന് ഫോൺ കോളുകളൊക്കെ നിയന്ത്രിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ ചോർന്ന് കിട്ടിയത് എന്ന് പറയുന്നു. നിരീക്ഷണ ട്രാക്കിങ്ങിൻ്റെ ഇടയിലാണ് കണ്ടെത്തിയത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. 10 ലക്ഷം ഡീസൽ ഉണ്ടെന്നാണ് പ്രാഥമികമായിരിക്കുന്ന വിവരം. 15 വിദേശ ജീവനക്കാരെയും പിടികൂടിയിരിക്കുന്നു. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. കപ്പലുകളുടെ രാജ്യം, പതാക, ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. പതാക വഹിച്ച കപ്പലാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് ഏത് രാജ്യത്തിൻ്റെതാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്ന് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. മൊസാദിൻ്റെ ചാരസംഘങ്ങൾ ഇതിലുണ്ടോ എന്നുള്ള പരിശോധന ഇപ്പോൾ നടത്തി വരികയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ച ഇന്ന് ഇപ്പോൾ ഒമാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക സമയം, അതായത് ഒമാൻ്റെ സമയം രാവിലെ 10 മണിക്കാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച ആരംഭിച്ചത്. ആണവ പ്രോഗ്രാമാണ് പ്രധാനമായിരിക്കുന്ന വിഷയം. എന്നാൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മിതിയിലുള്ള നിയന്ത്രണങ്ങൾ, പ്രക്ഷോഭകാരികൾ, അവിടെ പ്രക്ഷോഭം നടത്തിയിരിക്കുന്ന ആളുകൾ ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ചർച്ച നടത്തണം എന്ന് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്. അനുവദിക്കില്ലെന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ആദ്യം തന്നെ തീരുമാനിച്ചത് തുർക്കിയിൽ വെച്ച് ചർച്ച നടത്താം എന്നാണ് തീരുമാനിച്ചത്. ഇസ്താംബുൾ എന്ന് പറയുന്ന തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാവിധ സൗകര്യ കാര്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ അതിന് താല്പര്യം കാണിച്ചിട്ടില്ല. കാണിക്കാത്തതിൻ്റെ കാരണം കൂടി അതിൻ്റെ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്. അത് ഈ ഔദ്യോഗികമായിരിക്കുന്ന ഒരു നിലപാടല്ലെങ്കിൽ പോലും ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്ന് ചില റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച 12 ദിവസത്തിൽ 2 വിമാനമെങ്കിലും തുർക്കിയുടെ ആകാശത്തിലൂടെയാണ് ഇറാൻ ആക്രമിക്കാൻ വന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ തുർക്കിയും ഇറാനും തമ്മിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ പരിഗണിക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് സർവ്വമേഖലയും വലിയ രീതിയിലുള്ള നിരീക്ഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ IRGC എന്ന് പറയുന്ന ഈ ഇറാൻ്റെ മിലിറ്ററി വിഭാഗം സർവ്വ മേഖലയിലും രാജ്യത്തുടനീളം മാത്രമല്ല രാജ്യാന്തര തലത്തിലുള്ള വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതമായിരിക്കുന്ന മേഖല കൃത്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പണിപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കപ്പലുകളെ പിടികൂടിയത്. കപ്പൽ പിടികൂടിയത് പ്രാഥമികമായിരിക്കുന്ന വിവരം പറഞ്ഞ സമയത്ത് നിയമവിരുദ്ധമായ രീതിയിൽ ഡീസൽ കടത്തിക്കൊണ്ടുപോവുകയാണ്. അതായത് ഇറാനിൽ ഏറെക്കുറെ ഡീസലിന് വലിയ വിലക്കുറവാണ്. അവിടെ നിന്ന് മറ്റ് രാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയതാവാനാണ് സാധ്യതകൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇത്തരം ഈ കപ്പലുകൾ, ഈ ചരക്ക് കപ്പലുകൾ, അതിലെല്ലാം പല ഘട്ടത്തിലും ആയുധങ്ങൾ വരാറുണ്ട്, പോകാറുമുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അകത്ത് മൊസാദ് സംഘം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ഉണ്ട്. അവർ ഏറെക്കുറെ ചെറിയ തരത്തിലെങ്കിലും ആ പ്രവർത്തനം നടത്തുന്നുണ്ട്. അറ്റകൈ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന പോലെ. ഏതാണെങ്കിലും ജീവൻ പോകും, പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുന്ന രീതികളുണ്ട്. അപ്പോൾ അവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ കപ്പലിനെ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ആ രീതിയിലാണ് അന്വേഷണം വരുന്നത്. അതോട് പറയുന്ന കാര്യം, ഇറാനെ ഫസ്റ്റ് ആക്രമിച്ച സമയത്ത് ഇസ്രായേലിൽ നിന്നല്ല ആക്രമണം ഉണ്ടായത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് നിന്നുള്ള പ്രാദേശിക ആക്രമണമാണ്. സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതും അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയതും സൈനിക താവളങ്ങൾ, അത് അവരുടെ സൈനിക മേഖലകൾ ആക്രമിക്കപ്പെട്ടതൊക്കെ പ്രാദേശികമായിട്ടാണ്. അതിനുശേഷമാണ് യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് വന്നത്. അതല്ലെങ്കിൽ
ഇറാഖിലുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ആക്രമണം നടത്താൻ അവർക്ക് പ്രചോദനമായിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഗുണപരമായിരിക്കുന്ന രീതിയിലേക്ക് അത് എത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ പ്രദേശവാസികൾക്ക് ഫാക്ടറി പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി വിലക്ക് വാങ്ങിയിട്ട് അവർ ആ പ്രവൃത്തി ആരംഭിച്ചത്. കൂടുതലും ഇരുമ്പ് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ചൂടുണ്ടാവും, വലിയ രീതിയിലുള്ള ശബ്ദം ഉണ്ടാവും, വലിയ രീതിയിലുള്ള വസ്തുക്കൾ വരേണ്ടി വരും, പുറത്ത് പോകേണ്ടി വരും. അങ്ങനെ ആകുന്ന സമയത്ത് അത് വല്ലാതെ ശ്രദ്ധിക്കപ്പെടാത്ത രീതി വരും. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുധങ്ങളായിട്ടല്ല എത്തുക, വ്യത്യസ്ത പാർട്സുകളായിട്ടാണ് എത്തുക. ട്യൂസ് എന്നാണ് അതിന് പ്രത്യേകമായിട്ട് പറയുക. ട്യൂസ് എന്ന് പറയുന്ന സമയത്ത് രണ്ട് വസ്തുക്കൾക്ക് ഉപയോഗിക്കാവുന്ന പാകത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് വളരെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചോളണമെന്നില്ല. കാരണം ഒന്നും തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിലാണ് ഇവർ എത്തിക്കുക. ഇത് ഫാക്ടറിയിൽ വലിയ രീതിയിൽ സംവിധാനത്തോടു കൂടി കൂട്ടി നിർമ്മിക്കപ്പെട്ടതിന് ശേഷം ഇവിടെ നിന്നാണ് ആക്രമണം ഉണ്ടാകുക. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല എന്ന് പറയുന്ന സമയത്ത് തെഹ്റാനോട് ചേർന്ന് കൊണ്ട് തെഹ്റാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തെഹ്റാൻ്റെ അണ്ടർഗ്രൗണ്ടിലോ തെഹ്റാനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലോ ആണ് ഈ കാര്യങ്ങൾ ചെയ്യുക. അതിന് എത്ര പണം വേണമെങ്കിലും, ആ ഭൂമിക്കൊക്കെ തെഹ്റാനിലൊക്കെ വലിയ വിലയാണ്, ആ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു വിഭാഗം മൊസാദ് സംഘത്തിലുണ്ടാവും. അവർക്ക് പണത്തെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല, കാര്യം നടക്കുക എന്നുള്ളതാണ്. നീതിയും ന്യായവുമല്ല ലക്ഷ്യമാണ് പ്രധാനം, മാർഗം എന്തും അവർക്ക് ചെയ്യാം. അതാണ് അവർ സാധാരണഗതിയിൽ ഈ പറയപ്പെട്ട മൊസാദ് വിഭാഗം ചെയ്യാറുള്ളത്. ഇറാനിലും അതാണ് പരീക്ഷിച്ചത്. ഒരു പരിധി വരെ അത് വിജയിച്ചു, പിന്നീട് അത് കണ്ടെത്തി. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്തത് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പോൾ കപ്പൽ പിടികൂടിയതും നിസ്സാരമായിട്ടല്ല ഇറാൻ കാണുന്നത്. അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് ഉദ്ദേശം, എന്താണ് കാര്യം. അപ്പോൾ ഈ സർവ്വ രീതിയിലുള്ള അന്വേഷണവും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഠിനമായിരിക്കുന്ന ഒരു ശിക്ഷയിലൂടെ മാത്രമേ അവസാനിക്കൂ എന്ന് IRGCയുടെ കമാൻഡർ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഉദ്ദേശിക്കുന്ന മൊസാദ് വിഭാഗത്തെയോ അമേരിക്കയോ ആയിരിക്കും. അവരാണിപ്പോൾ ശത്രുവായിട്ട് വളരെ കൃത്യതയോടുകൂടി രംഗപ്രവേശനം ചെയ്തത്. ലോകത്ത് ഒരു രാജ്യവും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇസ്രായേൽ ഒഴികെ. യഥാർത്ഥത്തിൽ ഈ അമേരിക്ക തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും നമ്മുടെ വാർത്താ ചാനൽ പ്രാധാന്യത്തോടുകൂടി വരുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു വിഷയത്തെ മറ്റൊരു വിഷയം കൊണ്ട് ഒതുക്കുക എന്നുള്ളതും അത് വാർത്താ പ്രാധാന്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പുതിയൊരു വാർത്താ പ്രാധാന്യമുള്ള വിഷയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും യൂറോപ്യൻ രാജ്യങ്ങൾ സാധാരണ ഇത് ചെയ്യാറുള്ളതാണ്. യുദ്ധമുഖത്ത് അവർ ആയുധം കൊണ്ടല്ല വിജയിക്കാറുള്ളത്, തന്ത്രം കൊണ്ടാണ്. പല രീതിയിലും അങ്ങനെയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ നോക്കിയാൽ ഇറാഖാണെങ്കിൽ ഇറാഖിൽ നേർക്കുനേരെ അമേരിക്കയുടെ സൈന്യം ഇറാഖിൻ്റെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. ബസറ വീണതോടുകൂടി ബാഗ്ദാദുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള യുദ്ധമാണ് ലോകം പ്രതീക്ഷിച്ചത്. അവിടെ ഒന്നും നടന്നിട്ടില്ല. അവർ ചുമ്മാ പോയിട്ട് കൊട്ടാരം വളയുന്നു, പിടിച്ചടക്കുന്നു, സദാം ഹുസൈൻ്റെ വലിയ പ്രതിമകൾ തകർത്ത് താഴെയിടുന്നു, എന്നിട്ട് ഈ രാജ്യം സ്വതന്ത്രമാണെന്ന് പ്രഖ്യാപിക്കുന്ന അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ നടന്നിരിക്കുന്ന സംഭവം എന്താണ്? അവിടുത്തെ സൈനിക കമാൻഡർമാർ കാലുമാറി, ക്യാബിനറ്റ് മന്ത്രിമാർ കാലുമാറി, അവർക്ക് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നു. സദാം ഹുസൈനെ പോലും ഒറ്റ കൊടുത്താണെന്ന് നമുക്കറിയാവുന്നതാണ്. ലിബിയയിലെത്തിയ സമയത്ത് അങ്ങനെ തന്നെയാണ്. കേണൽ ഗദ്ദാഫിയെ കൃത്യമായ രീതിയിൽ ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഒറ്റ കൊടുത്തതാണ്. അങ്ങനെയാണ് ഗദ്ദാഫിയെ പോകുന്ന വഴികൾ റൂട്ട് മനസ്സിലാക്കിയത്. ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നു എന്ന് മാത്രമല്ല, ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും വിട്ടുകൊടുത്തിട്ടില്ല. എവിടെയാണ് അടക്കം ചെയ്തത് എന്ന് യഥാർത്ഥത്തിൽ അവരുടെ ബന്ധുക്കൾക്ക് പോലും അറിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈജിപ്തിൽ ജനകീയ പ്രക്ഷോഭം കൊണ്ടാണ് അവിടെ ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം അട്ടിമറിഞ്ഞത്. സമാനമായിരിക്കുന്ന വിഷയങ്ങളാണ് സുഡാനിലുണ്ടായത്. ഏത് രാജ്യം എടുത്തു നോക്കിയാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ വെനിസ്വേല പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ പ്രാദേശിക സഹായങ്ങളുണ്ട്. സൈനികർ സഹായിച്ചിട്ടുണ്ട്, കൂടെയുള്ളവർ സഹായിച്ചിട്ടുണ്ട്, കൂടെയുള്ളവർ ഒറ്റ കൊടുത്തിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ അട്ടിമറിക്കപ്പെട്ട രാജ്യത്തിൻ്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ അതിലെല്ലാം ആ രാജ്യത്തിൻ്റെ ഒരു ടച്ച് കാണാൻ വേണ്ടി സാധിക്കും. നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടിയിട്ട് യുദ്ധം വിജയിച്ചിട്ടില്ല, ചതിയിലൂടെ അല്ലാതെ. യഥാർത്ഥത്തിൽ ജപ്പാൻ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന രാജ്യമായിരുന്നു. രണ്ടാം ലോക യുദ്ധത്തിൽ എന്താ നടന്ന സംഭവം? യുദ്ധം ചെയ്തതാണോ അമേരിക്കയും ജപ്പാനും തമ്മിൽ? അല്ല, ആണവായുധം പ്രയോഗിച്ചു. ചതിയാണത്.
അപ്പോൾ അത്തരം വളരെ പെട്ടെന്ന് കീഴടങ്ങാൻ എന്തൊക്കെ പോംവഴികൾ ഉണ്ടാവുമോ അത് പ്രയോഗിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ യൂറോപ്യൻ അമേരിക്കക്കാരും ചെയ്യാറുള്ളതാണ്. ചതി അവർക്ക് പ്രശ്നമല്ല. അവർക്ക് ലക്ഷ്യം കാണണം, മാർഗം ഏത് തന്നെയാണെങ്കിലും. 1,10,000 ആളുകളാണ് ഹിരോഷിമയിൽ ഒരേ സമയത്ത് 10 മിനിറ്റിൻ്റെ ഇടയിൽ 3 സെക്കൻഡ് മുതൽ എന്നൊക്കെയാണ് പറയുന്നത്. ആ സാധനം വീണു, അതിനുശേഷമുള്ള 3 സെക്കൻഡ് മുതൽ ഏകദേശം 10 മിനിറ്റ് എടുക്കുന്നതിന് മുമ്പ് 1,10,000 ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. നാഗസാക്കിയിൽ തൊട്ടടുത്ത ദിവസം ഇട്ട സമയത്ത് 1,25,000 ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധമല്ല നടന്നത്, ചതിയാണ് നടന്നത്. അത് ചെയ്യും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു തന്ത്രവും ഏൽക്കാത്ത വിധം സൈനികമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചത് കൊണ്ടാണ് ഇന്നും പ്രൗഢിയോടുകൂടി ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത്. ആ പേടി യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ ഹോർമുസ് കടലിലൊക്കെ ഈ കപ്പലുകൾ വരുന്നതൊക്കെ വലിയ പേടിയോട് കൂടിയിട്ടാണ്. ഇപ്പോൾ അമേരിക്കയുടെ കപ്പൽ പോലും അന്താരാഷ്ട്ര പാതയിലോട് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇറാൻ അത് വെടിവെക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും വലിയ, അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിരിക്കുന്ന അബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ നിരീക്ഷിക്കാൻ വേണ്ടി ഡ്രോൺ അയച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ആക്രമിക്കാൻ വേണ്ടി ഡ്രോൺ അയച്ചു എന്നുള്ളതാണ് ചില റിപ്പോർട്ട്. അതാണ് വെടിവെച്ചിട്ടു എന്ന് പറയുന്നത്. അല്ല, വെറും നിരീക്ഷണം മാത്രമാണ്. അതിന് സ്ഥിരീകരണം ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ആ കപ്പൽ ആക്രമിച്ചാണ്. 3 ഡ്രോണുകൾ വന്നിട്ടുണ്ട്. ഒന്നിനെ വെടിവെച്ചിട്ടു, 2 എണ്ണത്തിനെ കുറിച്ച് വിവരം അമേരിക്കയും പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ ഇറാനും പറഞ്ഞിട്ടില്ല. അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് അവരാദ്യം ഈ നങ്കൂരമിട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ ഭാഗത്തേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ പിൻവലിച്ചിരിക്കുന്നു എന്നാണ്, ഉൾവലിഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക പേടിയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വല്ലാത്ത രീതിയിൽ അതിജീവിക്കുക ഈ മേഖലയിൽ പ്രയാസമാണ് എന്നൊരു തിരിച്ചറിവ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരിക്കുന്നു. അവരുടെ ഈ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇറാൻ ഇടപെടൽ നടത്തുന്നത് എന്ന പരാമർശം ന്യൂയോർക്ക് ടൈംസ് പോലും റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം ഭയാനകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.